ഒരു മരത്തെ ഇത്രത്തോളം പരിപാലിച്ച് മരത്തിൻ്റെ വില മനസ്സിലായ ഒരു ദിവസമാണ് ഇന്ന് നമ്മൾക്ക് കടന്നുപോയത്. ആ ഒരു ബിൽഡിംഗ് നിർമ്മിച്ചിട്ടുള്ളത് ആ ഒരു മരത്തിനെയും കൂടിയും കൂട്ടിപ്പിടിച്ചിട്ടാണ് എന്നുള്ളതാണ് ഞാൻ ഈ ടൗണിലൂടെ നടക്കുമ്പോൾ എൻ്റെ ശ്രദ്ധയിലേക്ക് വന്ന കാര്യം. മരങ്ങളൊക്കെ തന്നെ ഇവിടെ മാക്സിമം പരിപാലിച്ചിട്ടുണ്ട്. ബിൽഡിങ്ങുകൾ വന്നിട്ടുണ്ടെങ്കിലും മരങ്ങളൊന്നും തന്നെ വെട്ടി മാറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. പെൻകുണ്ട എന്ന് പറയുന്ന പ്രദേശത്തായിട്ടാണ് ഉള്ളത്. പെൻകുണ്ടയുടെ ടൗണിൻ്റെ കിടപ്പുവശം മനസ്സിലാക്കാം എന്നുള്ള രീതിയിലാണ് ടൗണിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പോയി മറഞ്ഞ കുപ്പിവളകളുടെ വിൽപ്പന ഒരു ഏരിയ കാണാൻ സാധിച്ചത്. കുറച്ച് മുന്നിലേക്ക് പോയപ്പോൾ MR ഫാഷൻസ് എന്ന് പറയുന്ന ഒരു റെഡിമെയ്ഡ് ഷോപ്പിൻ്റെ ഒരു കട കാണാൻ സാധിച്ചു. നമ്മുടെ നാട്ടുകാരായിട്ടുള്ള മലയാളി യുവാക്കളാണ് അത് നടത്തിക്കൊണ്ടു പോകുന്നത്. അങ്ങനെ മാർക്കറ്റിൻ്റെ വിവിധ ഏരിയകളിലേക്കുള്ള കാഴ്ചകളിൽ നമുക്ക് ഇന്ന് റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാഴ്ചകൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഷോപ്പുകളുടെ മുൻപിലൊക്കെ തന്നെ റിപ്പബ്ലിക്കുമായി ബന്ധപ്പെട്ട 3 വർണ്ണങ്ങളിലായിട്ടുള്ള പല ഡ്രസ്സുകളും കാര്യങ്ങളും കൊടികളും ഒക്കെ തന്നെ തൂക്കിയിട്ടതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഏരിയയിൽ കോട്ടയുടെ മതിൽ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങോട്ടാണ് നമുക്ക് പോകാനായിട്ടുള്ളത്. ഈ ഒരു ജംഗ്ഷനിലായിട്ട് ചെറിയൊരു സ്തൂപം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കോട്ടയുടെ മതിലും പിന്നെ അവിടെ ഒരു ക്ഷേത്രവുമായിട്ടാണ് ഇപ്പോൾ ഇത് നിലനിൽക്കുന്നത്. പണ്ടത്തെ കോട്ടയുടെ ഒരു കവാടമായിരിക്കാം എന്നാണ് ഞാനിങ്ങനെ വിലയിരുത്തിയത്. ആ ഒരു ഏരിയയിലാണ് ക്ഷേത്രം വരുന്നത്, ഈ ഒരു കവാടത്തിൻ്റെ ഉൾഭാഗത്തായിട്ടുള്ളത്. പിന്നീട് ആ ഒരു കവാടം താണ്ടിക്കഴിഞ്ഞ് മുന്നേക്ക് പോയി കഴിഞ്ഞാൽ കോട്ടയുടെ മതിലുകളൊക്കെ തന്നെ പല ഏരിയയിലും കാണാൻ സാധിക്കുന്നുണ്ട്. മുൻകാലങ്ങളിൽ ഇങ്ങനെ ഒരു ജീവിതം ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് വിലയിരുത്താൻ കഴിയുന്ന ഒരു സാഹചര്യം മാത്രമാണ് ഇവിടെ ഉള്ളത്. കോട്ടകളെല്ലാം തന്നെ നാമവിശേഷമായി മാറിയിട്ടുണ്ട്. സംരക്ഷണം എന്നുള്ള രീതിക്ക് ഇതിനെ ഒന്നും നിലനിർത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത്. വലിയ വലിയ കല്ലുകൾ കൊണ്ടാണ് കോട്ട മതിലുകളൊക്കെ തന്നെ നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കത് വേറിട്ട് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു മതിലിൻ്റെയൊക്കെ ഒരു പ്രത്യേകത. ഈ ഏരിയയിലൊക്കെ തന്നെ കടകളും പിന്നീട് വീടുകളും ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കെട്ടിടങ്ങൾ പുതുതായി വന്നതുകൊണ്ട് തന്നെ ആ പഴമയിലുള്ള ആ ഒരു കോട്ട ഇവിടെ നാമവിശേഷമായിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ബിൽഡിങ്ങുകളൊക്കെ നിൽക്കുന്ന ഏരിയകളൊക്കെ തന്നെ കോട്ടയുടെ ഉൾഭാഗത്തായിട്ടാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കുറച്ച് മുന്നിലേക്ക് പോയപ്പോൾ കുരങ്ങന്മാർ മരത്തിലൊക്കെ കയറുന്നതും ബഹളം വെക്കുന്നതൊക്കെ കാണാൻ സാധിച്ചു. ഇപ്പോൾ നമ്മൾ കാണുന്ന ബിൽഡിങ്ങുകളൊക്കെ തന്നെ പഴമയിലുള്ള ആ ഒരു ഇയേഴ്സ് അതിൽ രേഖപ്പെടുത്തി വെച്ചത് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എത്രത്തോളം കാലപ്പഴക്കമുണ്ട് എന്നുള്ളത്. അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് ചെല്ലുന്തോറും ഒരു ക്ഷേത്രം കാണാൻ സാധിക്കുന്നുണ്ട്. ക്ഷേത്രത്തിൻ്റെ കുളം കാണാൻ സാധിക്കുന്നുണ്ട്. ക്ഷേത്രമെല്ലാം തന്നെ മനോഹരമായിട്ടുള്ള വർണ്ണങ്ങളാൽ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. ഫിലിമിലൊക്കെ കാണുന്നത് പോലത്തെ ആ ഒരു ഏരിയയിലേക്കാണ് വില്ലന്മാരൊക്കെ ഓടുന്ന അല്ലെങ്കിൽ അടിപിടിയൊക്കെ നടക്കുന്ന ആ ഒരു കാഴ്ചകളിൽ കാണുന്ന ഒരു ഏരിയ പോലത്തെ ഏരിയയിലേക്കൂടെയാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ടൗണിൻ്റെ ഏകദേശം കാഴ്ചകളൊക്കെ തന്നെ ആ ഒരു കോട്ടമതിൽ തുടങ്ങുന്ന ഏരിയയിൽ അവസാനിച്ചിട്ടുണ്ട്. പിന്നീട് ഇങ്ങോട്ട് വീടുകൾ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.